വിഷുവൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കണി വെക്കാൻ ഉപയോഗിച്ച മത്തങ്ങ ചുമ്മാ ഫ്രിഡ്ജിൽ ഇരിക്കുവല്ലേ, അതിങ്ങ് എടുത്തിട്ട് പോരെ, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. കാണാൻ ആള് ഭയങ്കര ക്യൂട്ടാണെങ്കിലും എനിക്ക് ഒരു തരത്തിലും കറി വെക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ മത്തങ്ങ. എന്ന് വെച്ച് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് മത്തങ്ങ നല്ലപോലെ ഒന്ന് കഴുകി തോലൊക്കെ ചെത്തി കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അതൊരു ചട്ടിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ തിളച്ച് വരുന്നു കഴിയുമ്പോൾ ഇടിയപ്പപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മത്തങ്ങയുടെ മിക്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഈ കാണുന്ന പോലെ കുഴച്ചെടുക്കുന്നത്. ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. വെളിച്ചെണ്ണയോ നെയ്യോ തടവിയൊരു സേവനാഴി എടുക്കാം. അതിലേക്ക് ഈ മാവ് കുറച്ച് കുറച്ചായിട്ടിട്ട് നിറച്ചെടുക്കാം. ഇനി ഇടിയപ്പത്തട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു വാഴയിലയിലേക്കോ നല്ലപോലെ ഫ്രഷ് ആയിട്ട് ചിരവിയ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതെ ഈ മാവിങ്ങനെ പിഴിഞ്ഞെടുക്കാം. അതിന് മീതെ കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവിക്ക് വെക്കാം. കാണാൻ തന്നെ നല്ല ചന്തമില്ലേ. ഒരു ബേബി യെല്ലോ കളറിലാണ് കേട്ടോ വരുന്നത്. ഇനി എന്നെ പോലെ ഇടിയപ്പത്തട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഓടിപ്പോയൊരു കുക്കറും കൊലാൻഡറും എടുത്തിട്ട് പോരുക. കൊലാൻഡർ എന്ന് പറയുന്നത് ആ കുഴിയുള്ള പാത്രത്തിനാണ് കേട്ടോ. അങ്ങനെ നല്ലപോലെ ആവിക്കൊക്കെ വെച്ച് നമ്മുടെ ഇടിയപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. ദേടാ നോക്കിയേ, എന്ത് ചന്തമല്ലേ കാണാൻ. ഇനി നല്ല കുറുകിയ മുട്ടക്കറിയും കൂട്ടിയിട്ട് നമുക്കങ്ങ് കഴിച്ചേക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മത്തങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസിനായിട്ട് ചുമ്മാ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോന്നേ. അപ്പോൾ ശരി, ബൈ ഫ്രം ടെസു ടോക്സ്.